നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ കുട്ടിയുടെ പറഞ്ഞ പോലെ ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ മുട്ടയടിക്കുകയായിരുന്നു, പഠിക്കുകയായിരുന്നു. സിനിമയ്ക്ക് വേണ്ടിയാണ്, ആ ക്യാരക്ടറിനുണ്ട് വേണ്ടി വികസിച്ച് അഭിനയിക്കാം, അത് കൊള്ളുകയാണ്. നമ്മളൊരു സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ നമ്മളോടൊരു ഡിമാൻഡ് ഉണ്ടല്ലോ, നമ്മൾ ഈ ക്യാരക്ടറിന് വേണ്ടി ഇന്നത് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് പല കാര്യങ്ങളും ഒഴിവാവുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാവുന്ന, പേഴ്സണൽ അറിയാവുന്നത്. അത്ര ഒരു കഥാപാത്രമൊക്കെ വരുമ്പോൾ ഇപ്പം പിന്നീട് കൃത്യമായിട്ട് പറയണം ഇതായിരിക്കണം, നമ്മുടെ വേഷം ഇതായിരിക്കണം, കഥാപാത്രത്തിന് വേണ്ടിയാണ് അല്ലെ, അത് നമ്മൾ ഉൾക്കൊണ്ട് തന്നെ ചെയ്യേണ്ട എല്ലാവരും. അത് എന്റെ ചോയ്സാണ്. അതായത് ആ സിനിമ എടുക്കരുതെന്നോ അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് ഇപ്പൊ ഒരു സിനിമയ്ക്ക് ഇങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സീനുകളുണ്ട് എന്ന് പറയുന്നത് അത് മാറ്റിയാൽ ഞാൻ അഭിനയിക്കാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ആ സിനിമയ്ക്ക് ചിലപ്പോൾ അത് ആവശ്യമായിരിക്കും. എനിക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ, എന്നെ അത് കംഫർട്ടബിൾ ആക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആ സിനിമ ചെയ്യാതിരിക്കാനുള്ള ചോയ്സ് ഉണ്ട്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ഇന്ന പോലെ അഭിനയിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നതിലും ബെറ്റർ അല്ലേ എനിക്ക് ആ സിനിമ ചെയ്യാതിരിക്കാനുള്ള ചോയ്സ് എന്ന് പറയുന്നത്. ആ സാധനം ആ ചോയ്സ് ഞാൻ എടുക്കാറുണ്ട്. അല്ലാതെ ഞാൻ പോയിട്ട് നമുക്ക് ചില സമയത്ത് ചിലത് നമ്മളുടെ അടുത്ത് അവർ അത്രയും എലാബറേറ്റ് ചെയ്ത് ചിലപ്പോൾ പറയണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യേണ്ടത്. നമുക്കൊരു സിനിമ ഒരു ചില കാര്യങ്ങളിൽ നമുക്ക് ചെറിയ രീതിയിൽ ഒരു കോംപ്രമൈസ് ചെയ്തത് കൊണ്ട് ആ ക്യാരക്ടറിനെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചോദിക്കാറുണ്ട്. ഇന്നത് ചിലത് മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ അത് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ എന്നാ നമുക്ക് ആ സിനിമ ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്യാറുണ്ട്. അതർവൈസ് അല്ലെങ്കിൽ ആ സിനിമ അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല, എനിക്കത് കംഫർട്ടബിൾ അല്ല അല്ലെങ്കിൽ ആ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത് എനിക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ ഡ്രസ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല ഒരു ക്യാരക്ടറിന്റെ സ്പേസിലും അത് ഞാൻ പറയാറുണ്ട്. നിങ്ങൾക്ക് 2-3 സീനുകൾ എക്സ്ട്രാ ആഡ് ചെയ്ത് തരാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. ഇപ്പോൾ എന്നുവെച്ചാൽ നമുക്ക് ആ സിനിമ ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് എനിക്കൊരു സ്പേസ് കുറവാണ്, 2 സീൻ എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ അത് ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിനിമകൾ ചെയ്യാറുണ്ട്. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കാറുണ്ട്. നമ്മൾ തെരഞ്ഞെടുക്കുകയാണ്. പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു കൈ കൊടുത്ത് സിനിമയ്ക്ക് എഗ്രിമെന്റ് എഴുതിയാൽ നമ്മൾ പോയാൽ അത് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിന് യാതൊരു മാറ്റവും പാടില്ല എന്ന് തന്നെയല്ലേ വിശ്വസിക്കുന്നത്. മുന്നേ നമുക്ക് ആ ചോയ്സ് എടുക്കാനുള്ള സ്പേസ് ഉണ്ടല്ലോ. കാരണം നിങ്ങളാണ് നിങ്ങളുടെ സിനിമയുടെ കഥ എന്ന് പറയുന്നുണ്ട്. ആ സിനിമ നിങ്ങൾക്ക് ചെയ്യണോ വേണ്ടോ എന്നുള്ളതും ആ സിനിമ നിങ്ങളുടെ കരിയറിന് ആവശ്യമാണോ എന്നുള്ളതൊക്കെ ചൂസ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്കുണ്ട്. ആ സമയത്ത് നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സിനിമ ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആ സിനിമ ചെയ്യാതിരിക്കുക. അതിനുശേഷം നമ്മൾ കമ്മിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നമ്മൾ ഈ പറയുന്നത് ഒന്നും അല്ലാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ വോക്കൽ ആവണം എന്നുള്ളത് ഒബ്വിയസ് ആണ്. അത് നിങ്ങൾക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഇറങ്ങി വരാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആ സിനിമ ഇതൊക്കെ നിങ്ങൾ ഓക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ സിനിമ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സിനിമ ചെയ്യണം. തെരഞ്ഞെടുത്ത സിനിമകൾ നമ്മൾ സബ്ജക്റ്റ് തെരഞ്ഞെടുക്കുന്ന സിനിമകൾ പിന്നീട് അത് വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? ചില സിനിമകളൊക്കെ തോന്നാറുണ്ട്. പക്ഷെ അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ അതിനകത്ത് അഭിനയിക്കാതിരിക്കില്ലല്ലോ. നമ്മുടെ ജോലിയാണ്, നമ്മുടെ പ്രൊഫഷനാണ്, നമ്മൾ പൈസയൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ആ സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമയോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അത് വേണ്ടായിരുന്നു അങ്ങനെ ഒരു സാധനത്തിലേക്കല്ല. ആ സമയത്ത് ആ ഒരു ഡിസിഷൻ എടുത്തത് ചിലപ്പോൾ റോങ് ആയിട്ടുണ്ടാവാം. പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ആണ്. അത് നാളെ അങ്ങനെ അതുപോലെ വേറൊരു സിനിമ ചെയ്യാതിരിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ആ സിനിമ അപ്പൊ അവിടെ പോയി ബഹളം ഉണ്ടാക്കിയിട്ടോ കരഞ്ഞിട്ടോ വിളിച്ചിട്ടൊന്നും അപ്പം ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മളുടെ ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ട് നമ്മൾ വന്നിട്ട് നമുക്ക് പിന്നെ അതുപോലെ ഒരു എക്സ്പീരിയൻസിലേക്ക് നമ്മൾ പോവാതിരിക്കാൻ നമുക്ക് ഇതൊരു ലെസൺ ആയിരിക്കും. നമുക്കൊരു സബ്ജക്ട് കേട്ടിയപ്പോൾ നമ്മൾ സ്വയം തീരുമാനിക്കുകയാണല്ലോ. എന്തെങ്കിലൊക്കെ ആണെങ്കിൽ സ്വയം തീരുമാനിക്കണം. മറ്റൊരാളോട് ചർച്ച ചെയ്യാറുണ്ടോ? ഞാൻ കേട്ട സബ്ജക്ട് ഇതായിരിക്കും, ഇതിൽ ഞാൻ അഭിനയിച്ച അങ്ങനെ ചർച്ചയ്ക്ക് നമുക്ക് ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് പോലെ ഉണ്ടാവും. ചർച്ച ചെയ്യാറുണ്ട്. എനിക്ക് സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്ത് സ്ക്രിപ്റ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ഒക്കെ ആയിട്ടുള്ള എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ട്, ഈ സിനിമ ചെയ്യുന്നത് ഓക്കെ ആയിരിക്കുമോ അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ചെയ്ത ഓക്കെ ആയിരിക്കും എന്നുള്ളത് ചർച്ച ചെയ്യാറുണ്ട്. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.